നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. തന്റെ മരുമകൾ സംഗീത സോണലിംഗം മക്കളെ വളർത്തുന്നത് പോലെ മറ്റാർക്കും അത് സാധിക്കില്ല എന്ന് ഒരു അഭിമുഖത്തിൽ വിജയുടെ അച്ഛൻ തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ്. ഒരു നോട്ടത്തിൽ പോലും മക്കളെ നിയന്ത്രിക്കുവാൻ സംഗീതയ്ക്ക് സാധിക്കുമത്രേ. അവരുടെ ഓരോ കാര്യവും സംഗീതയ്ക്ക് കൃത്യമായി അറിയാം. എല്ലാ കാര്യത്തിലും സംഗീതയുടെ ശ്രദ്ധയെത്തും എന്നൊക്കെയാണ് എസ് എ ചന്ദ്രശേഖർ പറഞ്ഞത്. ആ പറഞ്ഞത് അച്ചട്ടാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ജെയ്സൺ സഞ്ജയുടെ അഭിമുഖം കാണുന്ന ആരാധകരും. അമ്മ എത്രത്തോളം സ്ട്രിക്റ്റ് ആണെന്ന് ഓരോ അഭിമുഖത്തിലും സഞ്ജയ് പറയുന്നുണ്ട്. എത്ര ദൂരെയാണെങ്കിലും അമ്മ വിളിക്കും, എല്ലാ കാര്യങ്ങളും കുറിച്ച് അന്വേഷിക്കും. വേറെ എവിടെയും കള്ളത്തരം കാണിച്ചാലും അമ്മയുടെ അടുത്ത് നടക്കില്ല. ഇപ്പോൾ എനിക്ക് 28 വയസ്സായി. ഇപ്പോഴും വഴക്ക് പറയുന്നതിൽ അമ്മയ്ക്ക് യാതൊരു പ്രയാസവുമില്ല. തെറ്റാണ് എന്ന് അമ്മയ്ക്ക് തോന്നിയാൽ നിർത്തി പൊരിക്കും എന്നാണ് സഞ്ജയ് പറയുന്നത്. പലപ്പോഴും അമ്മയുടെ കണ്ണുവെട്ടിച്ചാണ് ഓരോന്ന് ചെയ്യുന്നത്. കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ പോയി പറയാറുണ്ട്. അപ്പോൾ വഴക്കിന് അത്ര ശക്തി ഉണ്ടാവില്ല. അച്ഛനോടും അമ്മയോടും പറയാത്ത കാര്യങ്ങൾ സഹോദരിയോട് പറയാറുണ്ട്. ഇടയ്ക്ക് അവൾ പറയട്ടെ എന്ന് കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ച് എന്നെ ഭീഷണിപ്പെടുത്താറുമുണ്ട്. അമ്മയ്ക്ക് പേടിയാണ്. ഞങ്ങൾ എവിടെയെങ്കിലും പോയി എന്ത് ചെയ്തു എന്ന കാര്യത്തിൽ അമ്മ നിരന്തരം അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. അടുത്തിടെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞാൻ എന്റെ സുഹൃത്തിനോടൊപ്പം തമിഴ്നാട് കേരള ബോർഡറിന് അടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് പോയിരുന്നു. എനിക്ക് വൈൽഡ് ലൈഫ് ഹണ്ടിങ് ഒക്കെ വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അമ്മയുടെ കോൾ വന്നു. ആദ്യത്തെ കോൾ എടുക്കുവാൻ സാധിച്ചിരുന്നില്ല. പിന്നെയുള്ള ഒരു കോളും എടുത്തില്ല. വീട്ടിലെത്തുന്നത് വരെ ഞാൻ എടുത്തിരുന്നില്ല. എന്തെന്നാൽ കോൾ ചെയ്യുമ്പോൾ താങ്കൾ വിളിച്ച വ്യക്തി ഇപ്പോൾ കോൾ സ്വീകരിക്കുന്നില്ല എന്ന് മലയാളത്തിൽ അമ്മ കേൾക്കും. ഇതോടെ പിടിക്കപ്പെടുന്നതായിരിക്കും. അന്ന് വീട്ടിലെത്തിയപ്പോൾ നന്നായി കിട്ടി. പക്ഷെ അതിൽ എനിക്ക് ഒട്ടും തന്നെ കുറ്റബോധമുണ്ടായില്ല. അമ്മ പറയും അത് ഞങ്ങളോടുള്ള സ്നേഹം കരുതലും കൊണ്ടാണെന്ന്. ഞാൻ ചെയ്യുന്നത് തുടരുകയും ചെയ്യും. അത് എന്റെ ഇഷ്ടങ്ങളും പാഷനുമാണ്. കുറച്ചു കഴിയുമ്പോൾ അമ്മയ്ക്ക് ശീലമാവും. എന്നാലും ഈ ബോണ്ട് ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് സഞ്ജയ് പറയുന്നത്. അച്ഛന്റെ പാതയിൽ സിനിമാ ലോകത്തേക്ക് ചൂടുവെക്കുന്ന തമിഴ്നാട് മുഖ്യമന്ത്രിയും നടനുമായ വിജയുടെ പുത്രൻ ജെയ്സൺ സഞ്ജയുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ സൂപ്പർ നടനാണെങ്കിൽ മകന്റെ പരീക്ഷണം സംവിധാനത്തിലേക്കാണ്. സന്ദീപ് കിഷൻ നായകനാകുന്ന സിഗ്മ എന്ന ചിത്രത്തിലാണ് സഞ്ജയ് സംവിധായകനായി കുപ്പായമിടുന്നത്. അമ്മ സംഗീത സോണലിംഗം വിവാഹമോചന ഹർജി നൽകിയ സാഹചര്യത്തിൽ പിതാവിന്റെ പേര് പോലും സ്വന്തം പേരിൽ നിന്നും ജെയ്സൺ ഉപേക്ഷിച്ചു എന്ന വിഷയവും വലിയ വാർത്തയായി മാറിയിരുന്നു. മകൻ അച്ഛനെ ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്തതും വാർത്തയായി മാറിയിരുന്ന കാര്യമാണ്. വിജയുടെ ഭാര്യ സംഗീത ഡിവോഴ്സ് കേസ് പിൻവലിച്ചപ്പോൾ പലരും കരുതിയത് സംഗീതയും വിജയും വീണ്ടും ഒന്നിക്കുന്നു എന്നതായിരുന്നു. എന്നാൽ ഇപ്പോഴത് കോടതിക്ക് പുറത്തുവെച്ച് ഒത്തുതീർപ്പാക്കിയതാണ് എന്നതാണ് വ്യക്തമാകുന്നത്. വിജയുടെ ആദ്യ സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങിൽ തൃഷ എത്തിയതോടെയാണ് ആ സംശയങ്ങൾ തലപൊക്കി തുടങ്ങിയത്. വിജയുടെ മാതാപിതാക്കളായ ചൊവ്വ ചന്ദ്രശേഖരും എസ് എ ചന്ദ്രശേഖർ എന്നിവർക്കൊപ്പം മുൻനിരയിലാണ് തൃഷയും ഇരുന്നിരുന്നത്. അമ്മ ഉമാകൃഷ്ണന് ഒപ്പമാണ് തൃഷ സ്വാതന്ത്ര്യദിന ആഘോഷ ചടങ്ങിലേക്ക് എത്തിയത്. വിജയുടെ പിതാവ് എസ് എ ചന്ദ്രശേഖരന് അടുത്തായിരുന്നു തൃഷ ഇരുന്നിരുന്നത്. ഇവർ അടുത്തടുത്ത് ഇരുന്നപ്പോൾ ജനം ഓർക്കുന്ന ചില കാര്യങ്ങളുണ്ട്. മകൻ തമിഴ്നാട് മുഖ്യമന്ത്രിയായതിൽ അങ്ങേയറ്റം അഭിമാനിക്കുന്ന അച്ഛനാണ് എസ് എ ചന്ദ്രശേഖർ. വിജയ്ക്ക് മുൻപേ വിജയ് രാഷ്ട്രത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ച ഒരാൾ കൂടിയാണ്. ഇന്ന് ഈ സന്തോഷത്തിൽ വിജയ്ക്ക് ഒപ്പം തൃഷയുമുണ്ട്. എസ് എ ചന്ദ്രശേഖരന് ഒരു കാലത്ത് ഇഷ്ടമായിരുന്നില്ലാത്ത വ്യക്തിയായിരുന്നു തൃഷ. ഇന്ന് എന്ത് പ്രശ്നം വന്നാലും തൃഷയെ വിട്ടുകൊടുക്കുവാൻ വിജയ് തയ്യാറുമില്ല. അച്ഛന്റെ താക്കീത് കൊണ്ട് അന്ന് വേണ്ട എന്ന് വെച്ച ബന്ധം ഇന്ന് അച്ഛന്റെ മുന്നിൽ തന്നെ തുറന്നു കാണിച്ചിരിക്കുകയാണ് എന്നതാണ് ആരാധകരും ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ.